Hi friends, welcome to Surabhi kitchen. ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു കേക്ക് ഡെക്കറേഷനുമായാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ കാണിച്ചു തരാം. ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഒരു വാനില കേക്കിലാണ്. കേക്ക് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. ഇത് വാനില കേക്ക് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഇവിടെ ഞാൻ ഷുഗർ സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കേക്കിനെ ഒരു 3-4 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ഷുഗർ സിറപ്പ് നനച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ കാണേണ്ടവർക്ക് നിങ്ങൾ സുരഭി കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷന് വേണ്ടുന്ന ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ക്രീം പൗഡർ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് നമ്മൾക്ക് ഐസിങ് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ പൗഡർ നല്ല മധുരമുള്ളതാണ്. പിന്നെ ഇനി ഇതിൽ നമുക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പൗഡർ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹെവി വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാവുന്നതാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് വാനില എസൻസും പിന്നെ ഐസിങ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായി ക്രീം കിട്ടിക്കോളും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു കേക്ക് സ്റ്റാൻഡിന് മുകളിലായി ഞാൻ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലേറ്റിന് പകരം കേക്ക് ബോർഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും അതുപോലെ ഷുഗർ സിറപ്പ് ചേർത്ത് വെച്ച കേക്കും ഒരു ലെയറായി വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ ഈ കേക്ക് വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഈ വൈറ്റ് ക്രീം നമ്മൾക്കിനി പിങ്ക് കളർ കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ബീട്രൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ബീട്രൂട്ടിൻ്റെ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് ബീട്രൂട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഈ വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വിപ്പിംഗ് ക്രീമിനൊരു പിങ്ക് കളർ കിട്ടിക്കോളും. അപ്പോൾ അത് വെച്ച് നമ്മൾക്ക് വീണ്ടും ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് എന്നിവ പോലത്തെ വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കളർ ഉണ്ടാക്കുന്നതെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വളരെ കുറച്ച് ജ്യൂസ് കിട്ടിക്കോളും. അത് വെച്ച് നമ്മൾക്ക് ക്രീമിൻ്റെ കളർ മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ വെള്ളമാകുമ്പോൾ ക്രീം ലൂസാകും. അപ്പോൾ നമ്മൾക്ക് വിചാരിച്ച പോലെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മൾക്കൊരു പാനിലൊഴിച്ച് അതിൽ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് ഈ കളറൊന്ന് തിക്കാക്കി എടുക്കാം. എന്നിട്ട് അത് നമ്മൾക്ക് ഈ ക്രീമിൽ ചേർത്താലും മതി. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് കളറും കിട്ടും. നല്ല ഡെക്കറേഷൻ ചെയ്യാൻ നല്ല ക്രീം നല്ല തിക്കായിട്ടിരിക്കും. ഇനി ഞാൻ ഇവിടെ ചെറിയൊക്കെ വെച്ചൊന്ന് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുവാനും അതുപോലെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുകയും പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.